ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻവിസിബിൾ സിബ്ബർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പലർക്കും കൺഫ്യൂഷനാണ് ഈ സിബ്ബ് തിരിച്ച് വെക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് തിരിച്ച് വെക്കണത് എന്നുള്ള ഒരു ഇത് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. സിബ്ബ് പിടിപ്പിക്കാനുള്ള ബാക്ക് പീസിൻ്റെ സെൻറ്റർ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ ഇൻവിസിബിൾ സിബ്ബർ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇൻവിസിബിൾ സിബ്ബറിൻ്റെ ഒരു സൈഡ് ഇതേപോലെ പല്ല് പൊന്തിയിട്ടുള്ള ഭാഗവും മറ്റേ സൈഡ് ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് കുറ്റി, നമ്മൾ സിബ്ബ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ള ആ കുറ്റിയുള്ളത്. അപ്പോൾ ഈ സിബിനെ നമുക്ക് തുണിയുടെ നല്ല വശത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം മുകൾ വശത്തും പല്ലുള്ള ഭാഗം താഴത്തേക്കായ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സിബിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഈ ഭാഗത്തും നമുക്കൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗവും സിബ് ആയിട്ട് രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ബിഗിനേഴ്സ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ രീതിയിൽ വെച്ചിട്ടല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിബ്ബ് തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം ഈ സിബ്ബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മോൾ ഭാഗത്ത് ബോൾ പിൻ വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ പിന്നൊന്ന് ഊരിയെടുക്കുക. ഊരിയ ശേഷം ഒരു സൈഡിലത്തെ മാത്രം കേട്ടോ, ഊരിയ ശേഷം ഈ സിബിന് ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. അതായത് ഈ സിബിൻ്റെ വക്കുവശത്തിന് തുണിയുടെ വക്കുവശത്തിൻ്റെ മുകളിൽ രണ്ടും കൂടി ഒരുമിച്ച് ഇതേപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിബിൻ്റെ പല്ലുള്ള ഭാഗം പൊന്തിയിട്ടുള്ള ഭാഗമില്ലേ, ആ പൊന്തിയിട്ടുള്ള ഭാഗം ഇപ്പോൾ മുകൾ ഭാഗത്തേക്കായിട്ടുണ്ടാവും. ആ രീതിയിൽ വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് സിബ് ബാക്കിയുള്ള ഭാഗം കൂടി കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് താഴത്ത് പിൻ ചെയ്ത് വെച്ചാൽ പിന്നുണ്ടല്ലോ, അത് ഊരിയിട്ട് ഈ സിബിന് ഇതേപോലെ മറിച്ച് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഇപ്പുറത്തെ സൈഡിലെ സിബിനെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് തുണിയുടെ വക്കും സിബിൻ്റെ വക്കും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒപ്പം വെച്ചിട്ട് നമുക്ക് താഴെ അറ്റം വരെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും സിബിൻ്റെ പല്ലുള്ള പൊന്തിയ ഭാഗമില്ലേ, അതാണ് മുകളിലേക്കായിട്ട് നിൽക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് അറ്റം വരെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സിബിൻ്റെ മേലെ കൂടി ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. നമുക്ക് ഈ തുണിയുടെ വക്ക് ഭാഗത്ത് സിബ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഈ സിബിൻ്റെ മേലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുണിയിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് ആ പിന്ന് ഊരി മാറ്റിയിട്ടൊന്ന് സിബിൻ്റെ മേലെ അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിൽ സിബും തുണിയുടെ മേതെ ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ പിന്നീട് ഈ സിബിൻ്റെ പല്ലുണ്ടല്ലോ, ഈ പല്ല് ഇങ്ങനെ വിടർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സിബ് ഇവിടെ നിന്ന് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി, അറ്റത്തുനിന്ന് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണത് കേട്ടോ. ഇനിയാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സിബില്ലേ, ഈ സിബിൻ്റെ പല്ലില്ലേ, ആ കാണുന്ന പല്ല് നമുക്ക് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്നിങ്ങനെ ഒന്നാക്കുമ്പോൾ നല്ല വിടർന്ന് ആ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടി വേണം നമ്മളിനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പല്ലൊന്ന് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ആ ഗ്യാപ്പിലേക്ക് സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയും ഇങ്ങനെ പല്ലിങ്ങനെ വിടർത്തിയിട്ട് എത്രയും ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നോ അത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് ഇൻവിസിബിൾ സിബ്ബർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിവിടെ ഈ സിബ് ഇങ്ങനെ വിടർത്തുമ്പോൾ നമ്മളിവിടെ ആദ്യം കൂട്ടി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിബ് നമ്മൾ വിടർത്തുമ്പോൾ ഈ സിബ് ഇവിടെ നിന്ന് നീങ്ങിപ്പോവും. അപ്പോൾ സിബ് നേരെ വരില്ല, സ്റ്റിച്ചിങ് അങ്ങനെ കൂടെ ഒക്കെ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകും. അപ്പോൾ അങ്ങനെ വരാതെ നല്ല പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിബ് ആദ്യം തന്നെ ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിലെ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഇൻവിസിബിൾ സിബ്ബർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വൺ സൈഡ് ഫൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ സൈഡ് ഫൂട്ടർ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നോർമൽ മെഷീൻ, സാധാ മെഷീനാണല്ലോ ഉള്ളത്, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെയൊന്നുമില്ല. ഞാനിത് സാധാ മെഷീൻ വെച്ചിട്ടും ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരൊറ്റ
ഇത് മാത്രമേ ഉള്ളൂ, എന്താ നമ്മൾ പല്ല് നന്നായിട്ട് വിടർത്തി കൊടുത്തിട്ട് കറക്റ്റ് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ഫൂട്ടർ യൂസ് ചെയ്താലും അല്ലെങ്കിൽ ഏത് മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ട താഴത്തെ ഭാഗത്ത് സിബിൻ്റെ അവിടെ ഒരു പിരിച്ചിൽ വന്നേക്കണത്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പിരിച്ചിൽ കണ്ടിട്ട് അയ്യോ എനിക്ക് സിബ് ക്ലോസ് ചെയ്യാൻ പറ്റണില്ലല്ലോ, ഞാൻ ചെയ്തത് തെറ്റിപ്പോയോ എന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. നമുക്ക് ഇനി ഈ സിബിനെ ചീത്ത വശത്തേക്ക് മറിച്ച് വെച്ച് കഴിയുമ്പോൾ സിബ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ സിബിനെ ഉള്ളിലേക്ക്, അതായത് ചീത്ത വശത്തേക്ക് ഇതേപോലെ മറിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് സിബിനെ ചീത്ത വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുകളിൽ സ്റ്റിച്ച് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് വെച്ചിട്ട് അടിക്കുന്ന വേറൊരു രീതിയും കൂടി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്കാക്കി മേതെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സിബിൻ്റെ താഴത്തെ ഭാഗത്തുണ്ടായ പിരിച്ചിലില്ലേ, ആ പിരിച്ചിൽ മാറിയിട്ട് സിബ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. സിബിൻ്റെ പല്ല് നല്ലതുപോലെ വിടർത്തി ആ ഗ്യാപ്പിലൂടെ നമ്മൾ അടിച്ചു കൊടുത്തത് കാരണം കേട്ടോ നമ്മൾ ഈ സിബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിബ് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ സിബിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ആ പീസിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ടോപ്പിൻ്റെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വക്ക് മടക്കി അടിച്ചു കൊടുക്കുക. അതല്ല ഗൗണിനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ സ്കേർട്ടുമായിട്ട് യോക്ക് തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിബ് പിടിപ്പിച്ച ശേഷം നിങ്ങൾക്ക് നെക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈസി ആയിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ്ഫുള്ളായി നല്ല ക്ലിയറായി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ടെക്സ്റ്റായിട്ട് താഴത്തെ ഭാഗത്ത് സ്റ്റെപ്പ് 1 2 3 4 ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാകാത്തവർ ഒന്നുകൂടി പോയിട്ടൊന്ന് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഗൗണിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ സിബ് വെക്കേണ്ട രീതി ഞാൻ ഒന്നും കൂടി ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തന്നിട്ട് പോകാം. അപ്പോൾ ഈ ഇൻവിസിബിൾ സിബറിൻ്റെ ഫ്ലാറ്റായിട്ടുള്ള വശം മുകളിലേക്ക് ആക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തിട്ട് ഈ സിബിൻ്റെ ഒരു സൈഡിൽ സിബിന് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് തുണിയുടെ വക്കും സിബിൻ്റെ വക്കും ഒരേ സൈഡിലാകുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ വെച്ച് രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുക്കുക. സിബിൻ്റെ ആ പല്ലുള്ള പൊന്തിയ ഭാഗമുണ്ടല്ലോ അത് മുകളിലേക്കായിട്ട് വന്നിട്ടുണ്ടെന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തുണിയുടെ വക്കും ഒരുമിച്ചാകുക, അതുപോലെ തന്നെ ഈ പല്ല് മുകളിലേക്കാകുക. ഇത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിബ് പിൻ ചെയ്ത് വെച്ചിട്ട് ആദ്യം സിബിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സിബിൻ്റെ പല്ലുണ്ടല്ലോ, പല്ല് വിടർത്തിയിട്ട് നമുക്ക് ആ ഗ്യാപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിലും അങ്ങനെ ആ ഗ്യാപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം സിബിന് ചീത്ത വശത്തേക്ക്, ദാറ്റ് ഈസ് ഉള്ളിലേക്ക് മറിച്ച് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ബൈ.